أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون فضلا من الله ونعمة والله عليم حكيم. പഞ്ചായത്തിൽ കൂടുതലാണോ? കാണാൻ പഠിക്കാൻ കൂടുതലല്ലേ? കുറച്ച് കൂടുതൽ സാറില്ല. നമുക്ക് ഇത്തിരി സ്പീഡിൽ പോവാം, കാരണം എന്റെ അവൈലബിലിറ്റി കുറച്ചാണല്ലോ. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. എന്റെ ഓപ്പോസിറ്റാ പറഞ്ഞല്ലേ. അടുത്ത ആഴ്ചകൾ പോലെ നമുക്ക് കുറേശ്ശാക്കാം. إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون فضلا من الله ونعمة والله عليم حكيم. അപ്പൊ നമുക്ക് ഇതിന്റെ അർത്ഥം നോക്കാം, വാക്കർത്ഥം നോക്കാം. ഇന്നല്ലദീന യുനാദൂനക്, നാദ യുനാദി. നാദ എന്ന് പറഞ്ഞാൽ വിളിച്ചു, മുനാദി വിളിക്കുന്നവൻ. അതിതാണ് യുനാദൂനക. ഇന്നല്ലദീന തീർച്ചയായും ഒരുവർ, യുനാദൂനക നിന്നെ വിളിക്കുന്നവർ, മിൻ വറാഇ വെളിയിൽ നിന്ന്. വറ എന്ന് പറഞ്ഞാൽ ശരിക്കും പിന്നിൽ നിന്ന്. അവിടെ ഉദ്ദേശിക്കുന്നത് റൂമിന് വെളിയിൽ നിന്ന് പറഞ്ഞാൽ പിന്നിൽ എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് എന്നർത്ഥം. അതാണത്. ഹുജറാത്ത് മുറികൾ, ഹുജറത്തിന്റെ ജമാണ് ഹുജറാത്ത്. ഇവിടെ മുറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിയുടെ വീടുകളാണ്. അത് 11 ഭാര്യമാരുണ്ടായിരുന്നു എനിക്ക്. അതിൽ ഒരേ സമയം 9 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഓരോ റൂം നബി നിശ്ചയിച്ചു കൊടുത്തിരുന്നു. അതിൽ നിന്നാണ് അതിന്റെ ആ റൂമുകളുടെ പിന്നിൽ നിന്ന് വെളിയിൽ നിന്ന് വിളിക്കുന്ന ആളുകൾ. അക്സറുഹും, അക്സർ എന്ന് പറഞ്ഞാല് അധിക പേരും, ഹും അവരിൽ അധിക പേരും, കസീർ കസ്രത്ത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലേ, കസീർ ഒരുപാട്. അവരിലേറെ പേരും ലാ യഅഖിലൂൻ അവര് ബുദ്ധി ഉപയോഗിക്കുന്നില്ല, അഖൽ ഉപയോഗിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. വലൗ അന്നഹും സബറു, സബറ ക്ഷമിച്ചു, വലൗ അന്നഹും അവര് ക്ഷമിച്ചിരുന്നുവെങ്കിൽ. ലൗ എന്ന് പറഞ്ഞാൽ എങ്കിൽ, ഈഫ് അല്ലെങ്കിൽ വെൻ എന്നുള്ള അർത്ഥത്തിലാണ്. അവർ ക്ഷമിച്ചിരുന്നുവെങ്കിൽ ഹത്താ തഖ്റുജ നീ പുറത്തു വരുന്നത്. ഖറജ യഖ്റുജു എന്ന് പറഞ്ഞാല് പുറത്തു വരും.
താങ്കള് പുറത്തു വരുന്നവരെ, ആ റൂമിന് പുറത്തു വരുന്നത് വരെ അവർ ക്ഷമിച്ചിരുന്നുവെങ്കിൽ ലക്കാന ഖൈറൻ ഇലൈഹിം, ഇലൈഹിം എന്ന് പറഞ്ഞാല് അവരുടെ അടുത്തേക്ക്, ലക്കാന അതാകുമായിരുന്നു, ഖൈറൻ ഉത്തമമാകുമായിരുന്നു, നല്ലതാകുമായിരുന്നു, ലഹും അവർക്ക്. അല്ലാഹു ഗഫൂർ, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, റഹീം ദയാപരനുമാണ്. ഓക്കെ, പിന്നെ അർത്ഥം ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാതി അക്സറുഹും ലാ യഅഖിലൂൻ വലൗ അന്നഹും സബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. പ്രവാചക, വസതികൾക്ക്, അതാണ് ഹുജറാത്ത് പറഞ്ഞത്, റൂമുകൾ. വെളിയിൽ നിന്ന് നിന്നെ വിളിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരിൽ അധിക പേരും ബുദ്ധിശൂന്യരാകുന്നു. ലാ യഅഖിലൂൻ, മൂളയല്ല അവർക്ക്, തലച്ചോറില്ല, ചകിരിച്ചോറാണ് എൻ്റെ അകത്ത്. നീ പുറത്തു വരുന്നത് വരെ ക്ഷമിച്ചിരുന്നുവെങ്കിൽ അതായിരുന്നു അവർക്ക് ഗുണകരം. അള്ളാഹു ഏറെ മാപ്പരുളുന്നവനും കരുണാവാരിധിയും. ഇതെന്താ സംഭവം എന്ന് വെച്ചാല്, മദീന, നമ്മൾ പറഞ്ഞു ഈ സൂറത്ത് എപ്പോഴാണ് അവതരിച്ചത്? മദീന കാലഘട്ടത്തിൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ജീവിതത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. അന്നേരം പ്രത്യേകത എന്താ? ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ട്, ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക്. അവർക്കൊക്കെ ദീനിനെ കുറിച്ച് അറിയണം. നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഉംറ, ഇതിനെ കുറിച്ചൊക്കെ അറിയണം. ഞങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടത്, ജിഹാദ്, ഇതിനെ കുറിച്ചൊക്കെ അറിയും. അപ്പൊ ഇവര് വിചാരിച്ചത് പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഒരു സംസ്കാരമൊന്നുമില്ല. അതേസമയം നബിയുടെ ഒപ്പമുള്ള സഹാബികളോ, അവർക്ക് ഈ സംസ്കാരമൊക്കെ ഉണ്ട്. കാരണം അവർ എല്ലാ ദിവസവും നബിയോടൊപ്പം ജീവിച്ച് അവർക്കൊരു തർബിയത്തും ഒക്കെ കിട്ടിയിട്ടുണ്ട്, അവർക്കൊരു സംസ്കരണം കിട്ടിയിട്ടുണ്ട്. അവരിങ്ങനെ വിളിക്കൂല നബീനെ. ഈ വിളിക്കുന്നത് പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഈ ബദുക്കളുണ്ടല്ലോ, ബദുക്കൾ ഇവിടെ അങ്ങനെയാണ് അല്ലെ? അങ്ങനെ നമ്മുടെ നാട്ടിൽ ഈ ഗ്രാമപ്രദേശത്ത് വന്നവർക്ക് അങ്ങനത്തെ ഒരു കോമൺ സെൻസ് ഒന്നും ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യും? അവർക്ക് തോന്നിയത് അങ്ങോട്ട് പറയും. ഇതുപോലെ ഈ ആളുകള് പെട്ടെന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ട് വന്നിട്ട് അവര് നബീനെ വന്ന് വിളിക്കും, മുഹമ്മദ് ഇങ്ങോട്ട് വാ, ഞങ്ങൾക്ക് കുറെ സംശയമുണ്ട്, തീർച്ചയായിട്ടും അങ്ങനെയാണ് പറയാം. അല്ലെങ്കിൽ നിന്റെ കയ്യിലുള്ള സദക്കന്ന് കുറച്ചും കൂടെ കൊണ്ടുപോവാ, ജക്കാത്ത് ഉണ്ടല്ലോ അത് അവിടെ കിടക്കണ പള്ളിയിൽ, അത് കുറച്ചും കിട്ടാ, ഇങ്ങനെയൊക്കെ പറയും. ഇത് പറഞ്ഞ് പറഞ്ഞ് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പ്രയാസമായിട്ട് മാറി. കാരണം എന്താ? ഒരിത്തിരി വിശ്രമിക്കാൻ കിട്ടുന്ന ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഉള്ള സമയം കൈലൂലത്ത് നബിയുടെ പതിവായിരുന്നു. എന്ത്? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ലോഹറസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഒരിത്തിരി കിടക്കും. നമ്മളെപ്പോലെ ബിരിയാണി വയറ് നിറച്ച് അടിച്ചിട്ടല്ല കിടക്കുക. പിന്നെയോ ചിലപ്പോ ഒരു കുബൂസായിരിക്കും, ഉണക്ക കുബൂസും കുറച്ച് എന്തൊക്കെയായാലും വിശ്രമം നബിയുടെ പതിവായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരിക്കൽ നബി വന്ന് ലുഹറസ്കരിച്ച് വന്ന് നോക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ഇരുന്ന് ഉറങ്ങാണ്. എങ്ങനെ ഉറങ്ങണ? റൊട്ടി കുഴച്ചിട്ട് അത് കുഴച്ച മാതിരി ഇരുന്നിട്ട് കൈ ആ റൊട്ടിയിൽ വെച്ചിട്ട് ഇരുന്ന് ഉറങ്ങാണ്. ആര്? ആയിഷ റളിയല്ലാഹു അൻഹ. നമ്മളൊരാൾ വിശന്നിട്ട് വീട്ടിലേക്ക് വരുമ്പോ ഭാര്യ ഇങ്ങനെയാണ് നിൽക്കണമെങ്കിൽ അവിടെ പിന്നെ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഒക്കെ ചിലപ്പോൾ ഒന്നിച്ചുണ്ടാവും അല്ലെ? പക്ഷെ നബി എന്ത് ചെയ്തു? പതുക്കെ കൈയെടുത്ത് മാറ്റിയിട്ട് ആ റൊട്ടി, ആ മാവ് കൊണ്ട് വിട്ട് റൊട്ടി ഉണ്ടാക്കി നബി സ്വന്തം കഴിച്ചു എന്നാണ് അല്ലെ? നമുക്ക് പറയാനൊക്കെ വളരെ നല്ല ഉദാഹരണങ്ങളാണ് അങ്ങനത്തെ അല്ലെ. വേറൊരാൾ കൊണ്ടുവന്ന് പാത്രം തട്ടി തകർത്ത് നിലത്തിടുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ് അത് അല്ലെ. ഒരു മറ്റേ വീട്ടിൽ നിന്ന് ഇത് കുറച്ച് നല്ല പലഹാരം കൊണ്ടുവന്നു, അത് ഇഷ്ടപ്പെടാന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ അത് പെട്ടെന്ന് ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞപ്പോ നിലത്ത് വീണു. അവിടെ നബി കുനിഞ്ഞിരുന്ന് ആ പാത്രം പെറുക്കിയപ്പോ ആ മനസ്സ് മാറി. അപ്പോ ആളുകളെ സംസ്കരിക്കാനും ശിക്ഷിക്കാനും ഒക്കെ നബിക്കുള്ള രീതി പ്രോ ആക്റ്റീവ് ആയിരുന്നു നബി. സ്റ്റീഫൻ കവിയുടെ 7 ഹാബിറ്റ്സ് വായിച്ചവർക്ക് അറിയാം, ആദ്യത്തെ ഹാബിറ്റ് എന്താ? പ്രോ ആക്റ്റീവ് എന്നാണ്. ആ പ്രോ ആക്റ്റീവിൽ പറയുന്ന ഇതാണ്: നിങ്ങൾക്ക് ദേഷ്യം വരുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു പോസ് ബട്ടൺ ഉണ്ടാക്കുക. ഏറ്റവും ദേഷ്യമുള്ള സന്ദർഭത്തിൽ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ആലോചിക്കാന്ന്. നമുക്ക് തീരെ ആലോചിക്കാൻ പറ്റാത്തൊരു സമയം അതാണ്. ദേഷ്യം പറഞ്ഞാൽ എന്താ, കുട്ടികളാണെങ്കിൽ കുട്ടികൾ ആരാണോ അങ്ങനെ. അപ്പോ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഭാവമായിരുന്നു. അപ്പൊ ഉച്ചയ്ക്ക് അത് അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അത് പറഞ്ഞു. ഈ ഉറങ്ങണ സമയത്ത് പോലും ആളുകൾ വന്ന് എന്ത് ചെയ്യും? ശല്യം ഉണ്ടാക്കും. ഈ ശല്യത്തെ അള്ളാഹു തടുക്കാണ്, അള്ളാഹു ഇടപെടാണ്. അള്ളാഹു ഇടപെടേണ്ടി വന്നു. അത്രത്തോളം അത് ശല്യമായി മാറുമ്പോഴാണ്. അല്ലെങ്കിൽ ചെറിയ ചെറിയ ശല്യങ്ങളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മൈൻഡ് ചെയ്യൂല, അള്ളാഹ് അത് മൈൻഡ് ചെയ്യൂല. പക്ഷെ ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറിയപ്പോ അള്ളാഹു ഇടപെടാണ്. ഈ ആളുകളോട് പറയാണ്, നിങ്ങൾ ഈ ചെയ്യുന്ന സംഗതി ബുദ്ധിശൂന്യമായ ഒരു പ്രവൃത്തിയാണ്, കോമൺ സെൻസ് ഇല്ലാത്ത പ്രവൃത്തിയാണ്. ഇത് മറ്റുള്ളവർക്കും ബാധകമാണ്, നമുക്കും ബാധകമാണ് ഇപ്പോഴത്തെ കാലത്ത്. അതായത് ഒരാള് അത് ഏത് അധ്യാപകനാട്ടെ, ദീനിന്റെ അധ്യാപകൻ മാത്രമല്ല, മറ്റൊരു നമ്മളെ പഠിപ്പിക്കാൻ, നമുക്കൊരു സേവനം ചെയ്യുന്ന ആരും, അല്ലെങ്കിൽ നമ്മളെ ആ അർത്ഥത്തിൽ
സേവിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളും അവർക്കും ഉണ്ടാവും എന്ത്, ചെറിയൊരു ഓഫ് ടൈം, ഒരു ഫ്രീ ടൈം ഒക്കെ. നമ്മുടെ കീഴിലുള്ള വേലക്കാരാണെങ്കിൽ പോലും അവർക്കും അത് കൊടുക്കണം. ആ സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കരുത്. അവരുടെ വിശ്രമത്തിന്റെ സമയത്ത് അവരെ വിശ്രമിക്കാൻ വിടണം. അത് കഴിയുന്നത് വരെ കാത്തിരിക്കണം. അതാണ് വലൗ അന്നഹും സ്വബറു ഹത്താ തഖ്റുജ ഇലൈഹിം. അവർ ക്ഷമിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം പുറപ്പെടുന്നവരെ ഒരിത്തിരി നേരം, 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ക്ഷമിച്ചാൽ എന്താ പ്രശ്നം? ലക്കാന ഖൈറൻ ലഹും. അതാണ് അവർക്ക് ഏറ്റവും. ഇതിന്റെ ഏറ്റവും നല്ല ആപ്ലിക്കേഷൻ നടത്തിയത് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ആളുകളെ, പല സഹാബിമാരെയും തേടിയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നാ പറയുന്നത്. അപ്പൊ ഒരു സഹാബിയുടെ അടുത്ത് നല്ലൊരു ഹദീസ് ഉണ്ട്, നബിയുടെ ഹദീസൊക്കെ ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്നു പോകും. എന്നിട്ട് അദ്ദേഹം ഉച്ച കഴിഞ്ഞ് വിശ്രമിക്കുകയാണെങ്കിൽ ആ വീടിന്റെ വാതിൽക്കൽ അദ്ദേഹം കാത്തു നിൽക്കുന്ന പറയണം. വീടിന്റെ വാതിൽക്കൽ ഉച്ച കഴിഞ്ഞിട്ട് അസർ വരെ, ചിലപ്പോൾ അവർ അസർ കഴിഞ്ഞാലല്ലേ അവർ വരുള്ളൂ, അതുവരെ കാത്തിക്കും. അപ്പൊ അവർ വന്നിട്ട് നോക്കുമ്പോ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു, ആരാ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു? നബിയുടെ പിതൃവ്യന്റെ മോനാണ് അല്ലെ. പിതൃവ്യൻ എന്ന് പറഞ്ഞ വാപ്പാടെ ജ്യേഷ്ഠന്റെ മോനാണ്, മൂത്താപ്പാടെ മോൻ. ഇവിടെ കാണുമ്പോൾ ആളുകൾക്ക് അത്ഭുതം. ചെറിയ സഹാബികൾ എന്ന് പറഞ്ഞാൽ ആ സഹാബികൾക്കൊക്കെ നബീനോടുള്ള ഒരു ബന്ധം വെച്ചിട്ട് താങ്കൾ എന്തിനാണ് എന്നെ കാത്തുനിന്ന് വിളിക്കായിരുന്നില്ലേ എന്ന് പറയുമ്പോ, ഇല്ല, അങ്ങനെ വിളിക്കരുത് എന്നുള്ളതാണ് ഖുർആൻ വചനം അല്ലെ. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് വിളിക്കരുത്. അങ്ങനെ ഒരാൾ വിശ്രമിക്കുമ്പോ നമ്മുടേതാണ് ആവശ്യമെങ്കിൽ നമ്മൾ വിളിക്കരുത്. അവര് വിശ്രമിക്കട്ടെ, എന്നിട്ട് പുറത്തു വരട്ടെ. ആ ഫോൺ വിളിക്കുന്നതിലും ശ്രദ്ധിക്കണം. അത് ഇപ്പൊ ഒരാൾ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ അയാൾ വിശ്രമിക്കുന്ന സമയമാണോ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിക്കും. ചില സമയത്ത് നമുക്ക് അറിയില്ല. ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ ഏത് സമയത്തും വിശ്രമിക്കും. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അസറിന് ശേഷം വിശ്രമിക്കും. അപ്പൊ അത് നമുക്കിപ്പോ അറിയാൻ പറ്റില്ല. പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ, അയാളുടെ വിശ്രമത്തിന്റെ സമയം ഇന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കാത്തിക്കണം. വിളിക്കുമ്പോൾ ചോദിക്കണം. അതൊക്കെ ഒരു മര്യാദയാണ്. എന്ത് സംസാരിക്കാമോ? എല്ലാവരും ഒരേപോലെ സംസാരിക്കാൻ പറ്റൂല. ചിലപ്പോൾ ഓഫീസിലൊക്കെ കാണാം, നമ്മളെ പോലത്തെ ഈ സാമൂഹ്യ പ്രവർത്തകരാകുമ്പോൾ പലതിനും ആളുകൾ വിളിക്കും. ഓഫീസിൽ നല്ല തിരക്കിലാകുമ്പോൾ വിളിച്ചിട്ട് അവരങ്ങോട്ട് സംസാരം തുടങ്ങും. ഞാൻ പറയും കുറച്ച് ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു വിഷയത്തിലല്ല, മറ്റുള്ളവരുടെ നമ്മൾ ആരെ വിളിക്കുമ്പോഴും, ഇപ്പൊ തിരിച്ച് ഞാൻ വിളിക്കുമ്പോഴും നമ്മൾ അയാളോട് ചോദിക്കണം, ഫ്രീ ആണോ, സംസാരിക്കാൻ പറ്റുമോ, എത്ര സമയം സംസാരിക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ഫോൺ എടുക്കുന്നത് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പറയാനായിരിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ മര്യാദകൾ പാലിക്കണം. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഖുർആനിൽ എത്ര ചെറിയ ചെറിയ മര്യാദകളാണ് പറയുന്നത്. ഇതുപോലെ ഇപ്പൊ സൂറത്തുൽ നൂർ എടുത്താല്, നിങ്ങളൊരു വീട്ടിൽ പോകുമ്പോൾ സലാം പറഞ്ഞിട്ട് കയറണം. പിന്നെ ആ വീട്ടിലെ ആളുകളെ വിളിച്ച് അവരുടെ ക്ഷേമം അന്വേഷിച്ചിട്ടേ ചെല്ലാവുള്ളൂ. കാരണം എന്താ, ആളുകൾ വീട്ടില് പല നിലക്കായിരിക്കും, പല കോലത്തിലായിരിക്കും ഉണ്ടാവുക അല്ലെ. വീട്ടിൽ ചിലപ്പോൾ കുട്ടികൾ പുസ്തകമൊക്കെ സോഫയിലൊക്കെ എതിരിട്ടുണ്ടാവും, ഡ്രസ്സ് ഉണക്കാനിട്ടത് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ചിലപ്പോൾ കട്ടിലിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടീപ്പോയിലിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലായിരിക്കും ഒരാൾ പെട്ടെന്ന് വീട്ടിലേക്ക് വരിക. ഇതൊന്നും എടുത്തു മാറ്റാൻ പോലും സന്ദർഭം കിട്ടിയില്ലെങ്കിലോ പ്രശ്നമാണത്. കഴുകാനിട്ട എല്ലാ വസ്ത്രവും ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത് നമ്മളാരും ഇഷ്ടപ്പെടൂല. അപ്പോൾ അതൊക്കെ നോക്കി വിളിച്ച് ഉറപ്പാക്കിയിട്ട് വേണം, കുറച്ച് സമയം അവർക്ക് കൊടുത്തിട്ട് വേണം വീട്ടിലേക്ക് ചെല്ലാൻ. ഏറ്റവും അത് ഭർത്താക്കന്മാരോട് പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദൂരെ സ്ഥലത്തൊരു യാത്ര ചെയ്തിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, വീട്ടില് അന്നത്തെ കാലത്ത് ഫോണൊന്നുമില്ലല്ലോ, നബി പറഞ്ഞേക്കണം കുറച്ച് ദൂരെ തങ്ങിയിട്ട് ആരെങ്കിലും പറഞ്ഞേക്കണം ഞാൻ വരുന്നുണ്ടെന്ന്, വീട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞയച്ചിട്ട്, അങ്ങനെ വെച്ചിട്ട് ഭർത്താക്കന്മാർ യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലേക്ക് ചെല്ലാവുള്ളൂ എന്ന് നബി പറഞ്ഞിട്ട്. പലതരം അർത്ഥങ്ങളുണ്ട് അതിനൊക്കെ. എന്ന് പറഞ്ഞാൽ ഭാര്യ കുറെ അകന്ന് നിന്ന ഭർത്താവ് വരുമ്പോൾ ഒന്ന് അണിഞ്ഞൊരുങ്ങി, ഭർത്താവിന് വേണ്ടിയിട്ടാണല്ലോ അണിഞ്ഞൊരുങ്ങേണ്ടത്, റെഡിയായി നിൽക്കണം. ഇങ്ങനത്തെ മര്യാദകൾ വരെ ഇസ്ലാമും ഖുർആനും ഹദീസൊക്കെ പഠിപ്പിക്കുന്നു നമ്മളെ. ഈ മര്യാദകൾ ജീവിതത്തിൽ പാലിക്കുമ്പോൾ എന്തുണ്ടാവൂല, സാമൂഹിക പ്രശ്നം. ഞാൻ ഈ സൂറത്തിനെ കുറിച്ച് ആദ്യമേ പറഞ്ഞു. ഈ സൂറത്ത് എന്തിന്റെ സൂറത്താണ്? സാമൂഹ്യ മര്യാദകൾ പഠിപ്പിക്കുന്ന സൂറത്താണ്. അതുകൊണ്ടാണ് ഇത്ര ചെറിയ സംഗതിയാണ് എന്ന് നമുക്ക് തോന്നുന്ന സംഗതി പോലും അള്ളാഹു ഇത്ര പ്രാധാന്യത്തോടു കൂടി പറയുന്നത്. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ അങ്ങനെ ഇത്തിരി ക്ഷമിച്ച് കാത്തു നിന്നിട്ട് അദ്ദേഹം പുറത്തു വരുന്നവർ കാത്തു നിന്നിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. വല്ലാഹു ഗഫൂർ റഹീം. എല്ലാ ആയത്തിന്റെ അവസാനം ഇങ്ങനെ 2 വർത്താനം കാണാം അല്ലെ. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അല്ല ഇങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ച. വല്ലാഹു ഗഫൂർ, അള്ളാഹു ഏറ്റവും പൊറുക്കുന്നവനും കരുണാവാനും. എന്താർത്ഥം? നിങ്ങൾ മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല പുറത്തു വരും. ഇനി അങ്ങോട്ട് ഇത് ചെയ്യരുത്, അതാണ് എൻ്റെ അർത്ഥം. മുമ്പ് അറിയാതെ, ഇപ്പൊ ഈ ആയത്ത് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവാം, പക്ഷെ ഇനി അങ്ങനെ ചെയ്യരുത്. എന്നാൽ ആ കഴിഞ്ഞു പോയതൊക്കെ അള്ളാഹു പുറത്തു തരും, നിങ്ങളോട് അള്ളാഹു കാരുണ്യം കാണിക്കും എന്നർത്ഥം. ഓക്കെ, അടുത്തത്
യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ. അപ്പൊ ഞാൻ പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരും, ഒന്നുകിൽ ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു നിരോധം. എയ്തർ ഡു ഓർ ഡോണ്ട് ഡു. അതാണ് ഇവിടെ കൽപ്പന പറയണ്ട. എന്താണ് ആ കൽപ്പന? ഇൻ ജാഅക്കും, നിങ്ങളുടെ അടുത്ത് വന്നാൽ, ഫാസിഖുൻ, ഏതെങ്കിലും ഒരു തെമ്മാടിയായിട്ടുള്ള മനുഷ്യൻ, ഫിസ്ഖ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, അധർമ്മം ചെയ്യുന്ന ഒരു മനുഷ്യൻ, ബിനബഇൻ, നബ എന്ന് പറഞ്ഞാല് വാർത്ത, വക്കാലത്തുൽ അംബ അൽ ഖത്തരിയ എന്ന് പറഞ്ഞാൽ വക്കാലത്തുൽ അംബ അൽ ഖത്തരിയ, ഖത്തർ ന്യൂസ് ഏജൻസി. നബഇന്റെ ജമ്മാണ് അൻബാ. വക്കാലത്തുൽ അംബ അൽ ഫറൻസിയ, ഏജൻസി ഫ്രാൻസ് പ്രസ്. AFP, വക്കാലത്തുൽ അംബ റോയിറ്റേഴ്സ്. അപ്പൊ നബ, അതീത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പറഞ്ഞു. നബഇന്റെ ജമ്മാണ് അൻബാ. നബ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും വാർത്തയല്ല, പിന്നെയോ പ്രധാനപ്പെട്ട വാർത്ത. പ്രധാനപ്പെട്ട വാർത്തക്കാണ് എന്ത് പറയാ? നബ. ഇപ്പൊ അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം. അമ്മ യതസാഅലൂൻ, അവരെന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? അനിൻ നബഇൽ അളീം, ഭയങ്കരമായ ഒരു വാർത്തയെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. അതെന്താ വാർത്ത? ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. അപ്പോ ഒരു പ്രധാനപ്പെട്ട വാർത്തയുമായിട്ട് ഏതെങ്കിലും ഒരാള് വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ വിശ്വാസം തൽക്കാലം മാറി നിൽക്കുന്ന ഒരാൾ, അയാളാണ് തെമ്മാടി ഉദ്ദേശം, വന്നാൽ ഫതബയ്യനു, നിങ്ങൾ എന്ത് ചെയ്യണം? അത് വ്യക്തമായി അന്വേഷിച്ച് അറിയണം. ഇതാണ് കൽപ്പന. ഡു എന്ന് പറയുന്നത് അതാണ്. ഒരു തെമ്മാടി അല്ലെങ്കിൽ ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു വാർത്തയുമായിട്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ട് വരുന്ന ആളുകൾ, അവരെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. ആ വാർത്തയെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. അൻ തുസീബു, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? തുസീബ്, മുസീബത്ത് സംഭവിക്കും. മുസീബത്ത് കേട്ടല്ലോ, എന്താ മുസീബത്ത്? മുസീബത്ത് മലയാളമായ വാക്കാണ് അല്ലെ? അതാണ് തുസീബു. നിങ്ങള് വിപത്ത് സംഭവിക്കും. ഖൗമൻ, ഏതെങ്കിലും ഒരു ജനതക്ക് നിങ്ങൾ വലിയ വിപത്ത് വരുത്തി വെക്കും. ബിജഹാലത്ത്, ജഹാൽ, അബൂജഹല് അല്ല, ജഹാലത്ത് ജാഹിലിയ, അതിൽ നിന്നാണ് ജഹാൽ. അറിയാതെ, നിങ്ങൾക്ക് അറിയാതെ, നിങ്ങൾ ഓർക്കാതെ മറ്റൊരു കൗമിന്, ഒരു സമുദായത്തിന് നിങ്ങൾ എന്ത് ചെയ്തേക്കാം? വലിയ വിപത്ത് ഉണ്ടാക്കി വെച്ചേക്കാം. ഫതുസ്ബിഹു, എന്നിട്ട് നിങ്ങളായിത്തീരും. അങ്ങനെ വിപത്ത് സംഭവിച്ചാൽ നിങ്ങൾ എന്തായിത്തീരും? അലാമ ഫഅൽതും, നിങ്ങൾ ചെയ്തതിന്റെ പേരിൽ നാദിമീൻ, ഖേദിക്കുന്നവരായിട്ട്. നദാമത്ത്, നദ്മ് എന്ന് പറഞ്ഞാല് ഖേദം. നദിമ, ഖേദിച്ചു. യന്തമു, ഖേദിക്കുക. ലാ തന്തം, ഡോണ്ട് ബി സോറി, അതാണ് ഖേദിക്കേണ്ടി വരരുത്. ലാ തന്തം. ഒരു ഹദീസിലുണ്ട്, നിങ്ങള് പറഞ്ഞ ഒരു വാക്കിനെ കുറിച്ച് ഖേദിക്കുന്ന വർത്താനം പറയരുത്. പിന്നീട് ഖേദിക്കുന്ന ഒരു വർത്താനം ഇപ്പൊ നിങ്ങൾ പറയരുത്. സൂക്ഷിക്കേണ്ട കാര്യം പറഞ്ഞ കൂട്ടത്തിൽ നബി പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് നദ്മ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ മൊത്തത്തില്? യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലയോ വിശ്വസിച്ചവരെ, ധർമ്മനിഷ്ഠയില്ലാത്തവൻ, അതാണ് നമ്മൾ തെമ്മാടി എന്ന് പറഞ്ഞത്. അതായത് കൃത്യമായ ഒരു ധർമ്മമോ സദാചാരം ഒന്നും പാലിക്കാത്ത ഒരാള് ഒരു വാർത്ത കൊണ്ടുവന്നാൽ നിങ്ങൾ അതിന്റെ നിജസ്ഥിതി സൂക്ഷ്മമായി അന്വേഷിക്കേണ്ടതാണ്. തബയ്യനു, നിങ്ങൾ ഏതെങ്കിലും ജനത്തിന് അറിയാതെ ആപത്തണക്കാനും, തുസീബു അതാണ് ആപത്തണക്കുക, പിന്നെ സ്വന്തം ചെയ്തിയിൽ ഖേദിക്കുന്നവരാകാനും ഇടയായിക്കൂടാ. സംഭവം എന്താന്ന് വെച്ചാല്, വലീദുബിനു ഉഖ്ബത്തുബിനു അബി മുഅയ്ത് എന്ന് പറയുന്ന ഒരു സഹാബിയാണ് ആള്. വലീദുബിനു ഉഖ്ബത്തുബിനു അബി മുഅയ്ത്. വലീദ് എന്ന് ഓർക്കുക, വലീദ് ബിൻ ഉഖ്ബ എന്ന് പറഞ്ഞു. വലീദ് ബിൻ ഉഖ്ബ എന്ന് പറഞ്ഞ സഹാബി, അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്ത് വാങ്ങാൻ വേണ്ടി അയച്ചു ബനു മുസ്തലിഖ് ഗോത്രത്തിലേക്ക്. ബനു മുസ്തലിഖ് ഗോത്രം ആരാന്ന് വെച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യയുണ്ട്, ജുവൈരിയ റളിയല്ലാഹു അൻഹ. അങ്ങനെ ഒരു ഭാര്യനെ കുറിച്ച് കേട്ടണ്ട? സച്ചിൻ ടെണ്ടുൽക്കറുടെ ഭാര്യയുടെ പേരെന്താ? സച്ചിൻ ടെണ്ടുൽക്കറുടെ ഭാര്യയുടെ പേര് പലർക്കും അറിയാം, പക്ഷെ നബിയുടെ ഭാര്യമാര്, നമ്മുടെ കുട്ടികളുടെ കാര്യം പറയാൻ വേണ്ടി പറഞ്ഞു. അല്ലെങ്കിൽ വിരാട് കോഹ്ലിയുടെ ഭാര്യ, വിരാട് കോഹ്ലിയുടെ ഭാര്യനെ കുറിച്ച് എല്ലാവർക്കും അറിയില്ല.
പക്ഷെ നബിയുടെ എല്ലാ ഭാര്യമാരെ കുറിച്ച് നമുക്ക് പലപ്പോഴും അറിഞ്ഞൂടാ. ജുവൈരിയ റളിയല്ലാഹു അൻഹ, അത് അവരുടെ പിതാവ് ഹാരിസ് ബിൻ ളിറാർ, ജുവൈരിയ ബിൻത്ത് ഹാരിസ് ബിൻ ളിറാർ. ആ ഹാരിസ് ബിൻ ളിറാർ തലവനായിട്ടുള്ള ഒരു ഗോത്രമാണ് ബനു മുസ്തലിഖ് ഗോത്രം. ബനു മുസ്തലിഖ് ഗോത്രം. ഈ ബനു മുസ്തലിഖ് ഗോത്രത്തിലേക്കാണ് പിന്നെ സക്കാത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് നബി ആരയക്കണത്? വലീദ് ബിൻ ഉഖ്ബ ബിൻ അബീ മുഅയ്ത്തിനെ അയക്കണത്. അദ്ദേഹം അവിടെ ചെന്നപ്പോ എന്തോ കണ്ടിട്ട് മൂപ്പര് പേടിച്ചു. അദ്ദേഹം അങ്ങോട്ട് മൂപ്പർക്ക് എന്തോ ഒരു, ചിലപ്പോ അങ്ങനെയുണ്ടല്ലോ ചില മനുഷ്യന്മാർക്ക് ഒരു സ്ഥലത്തേക്ക് അയച്ചാൽ അവിടെ അങ്ങോട്ട് പോകണ്ടെന്ന് തോന്നും അല്ലെ. ഇനിയിപ്പൊ അവിടെ വരെ പോകണമെന്നില്ല, ഞാൻ തിരിച്ചു വരാം. ചിലപ്പോ നമ്മുടെ കുട്ടികളെ ചിലപ്പോൾ എന്തെങ്കിലും അയച്ചാൽ അവർ കുറച്ചെത്തിട്ട് തിരിച്ചുകൊണ്ട് പോരും. കാരണം അവർക്കൊരു എന്തെങ്കിലും വേറൊരു കാര്യം ഉണ്ടാവും. ഇതുപോലെ തന്നെ ചില ആളുകൾ. അതുപോലെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇടയ്ക്ക് വെച്ചിട്ട് തിരിച്ചു വന്നപ്പോ നബീനോട് എന്തെങ്കിലും പറയണല്ലോ, ഒരു ന്യായം പറയണ്ടേ. ഇദ്ദേഹം വന്നിട്ട് ഒരു നുണ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇവര് സക്കാത്ത് തരാൻ വിസമ്മതിച്ചിരിക്കുന്നു, സക്കാത്ത് നിഷേധിച്ചിരിക്കുന്നു എന്ന് കേട്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ, അടുത്ത ആയത്തും കൂടെ അത് പറയുമ്പോഴാണ് നമുക്ക് അതിന്റെ കുറച്ചും കൂടെ ഒരു ഗൗരവം കിട്ടുള്ളൂ. അതിനകത്തേക്ക് കൂടെ നമ്മൾ പോണം. അല്ല അത് ആയിക്കോട്ടെ, ഈ സംഭവം പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തണ്ട, അത് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം. ഈ സംഭവം വന്ന് പറഞ്ഞപ്പോ ചില ആളുകൾ പറഞ്ഞു, അവര് സക്കാത്ത് നിഷേധിച്ചോ, എങ്കില് നമ്മൾ അവരുടെ യുദ്ധം ചെയ്യണം. ആര് പറഞ്ഞു? ചില ആളുകൾ, എല്ലാവരും പറഞ്ഞില്ല, ചില ആളുകൾ പറഞ്ഞു. അത് ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും എല്ലായിടത്തും, ചില ഇത്തിരി ആവേശം കൂടുതലുള്ള ആളുകൾ അല്ലെ. ബാബരി മസ്ജിദ് തകർന്നു നിൽക്കുമ്പോ എന്നാ പിന്നെ ഇപ്പുറത്തുള്ള ക്ഷേത്രമൊക്കെ തകർക്കാന്ന് പറയുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും. സംയമനം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇതിന് എവിടെ കാലത്തും ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഉഹദ് യുദ്ധത്തിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന ചെറുപ്പക്കാരാ പറഞ്ഞത് എന്ത്? നമുക്ക് മദീനയുടെ പുറത്തു പോയി യുദ്ധം ചെയ്യാം. മുതിർന്ന സഹാബികളൊക്കെ എന്താ പറഞ്ഞ? വേണ്ട, നമുക്ക് മദീനയിൽ നിന്ന് യുദ്ധം ചെയ്താൽ മതി. കാരണം അതൊരു ടാക്ടിക്കായിരുന്നു. ഈ ടാക്ടിക് ആർക്കൊക്കെ ഉണ്ടാവുള്ളൂ? കുറച്ച് മെച്യൂരിറ്റിയും എക്സ്പീരിയൻസും ഉള്ള ആളുകൾക്ക് ടാക്ടിക് ഉണ്ടാവുള്ളൂ. ചെറുപ്പക്കാർ പലപ്പോഴും എന്താ എടുത്തു ചാടി അതെന്താ അങ്ങോട്ട് പോയാൽ എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാവും. ചിലപ്പോഴൊക്കെ അത് ഗുണം ചെയ്യും, മാത്രമല്ല പലപ്പോഴും അത് ഗുണം ചെയ്യും, പക്ഷെ ഒരുപാട് സമയത്ത് അത് ദോഷം ഉണ്ടാക്കും. ഇതുപോലെ കുറച്ച് ആളുകൾ പറഞ്ഞു, ഇങ്ങനെ സക്കാത്ത് നിഷേധിച്ച ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? പോയിട്ട് യുദ്ധം ചെയ്യണം, തോൽപ്പിക്കണം അവരെ. അതിന് വേറൊരു സംഗതി കൂടി ഉണ്ട്. എന്താ? സക്കാത്ത് എന്ന് പറഞ്ഞാൽ ചെക്കാത്തല്ല, നമ്മൾ ചെക്കാത്തായിട്ട് തന്നെ കണക്കാക്കണം. എന്നുവെച്ചാൽ പണക്കാരൻ മൂപ്പരുടെ എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. 27 രാവിലെ ആളുകളെ വരി നിർത്തി കൊടുത്താൽ മതി. അങ്ങനെയല്ല ഇസ്ലാമില്. ഇസ്ലാമില് സക്കാത്ത് പിടിച്ചെടുക്കും, കൊടുത്തിട്ടില്ലെങ്കിൽ പിടിച്ചെടുക്കും. അതാണ് സംഭവം. അവരെന്നെ കണക്കാക്കും. ഹാഫല്ല, അവര് കണക്കാക്കിട്ട് തന്നെ എടുക്കുള്ളൂ. 2.5% അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ ശതമാനം നോക്കിപ്പോ അങ്ങനെ വിഹിതമല്ലാത്തത് അതെന്ന് വെച്ചാല് ചിലപ്പോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം ചരിത്രത്തില്. എന്താന്ന് വെച്ചാല് ഓരോ കാലഘട്ടത്തിലും അതിന്റെ തോതനുസരിച്ചിട്ടായിരിക്കും അത് സംഭവിക്കുക. അതായത് അന്നത്തെ കാലത്ത് സമൂഹത്തിൽ കൂടുതൽ പാവപ്പെട്ടവരും കൂടുതൽ ദാരിദ്ര്യമൊക്കെ ഉള്ള സന്ദർഭത്തിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ അത് നിയമമല്ല. നിയമം എത്ര ഉള്ളൂ? പണിഷ്മെന്റ് പോലെയൊക്കെ ചെയ്യും. അത് നിയമം എന്താ? 2.5 എല്ലാറ്റിനും അല്ല. ഇപ്പൊ കാലികൾ, അന്നത്തെ കാലത്ത് സ്വർണവും വെള്ളി അല്ലല്ലോ അധികം കാലികളാണ്. പിന്നെ കൃഷിയാണ്. ഈത്തപ്പഴം കൃഷിയുടെ ഓരോ പ്രത്യേക വകുപ്പാണ്. 2.5% അല്ല. കൃഷി മഴ പെയ്ത് നനഞ്ഞതാണെങ്കിൽ 10% കൊടുക്കണം. വെള്ളം നനച്ച് കൊടുത്താണെങ്കിൽ 5% കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പൊ 2.5 അല്ല. കാലികളാണെങ്കിലോ 40 ആടുണ്ടെങ്കിൽ ഒരാട് കൊടുക്കണം. അങ്ങനെ 20 ഒട്ടകമുണ്ടെങ്കിൽ ഒരു ഒട്ടകം കൊടുക്കണം. അങ്ങനെയാണ് അതിന്റെ കണക്ക്. അപ്പൊ ഇത്രയും ഈ സംഗതിയൊക്കെ പിന്നെ ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വാങ്ങിക്കാതെ. അന്നത്തെ കാലത്ത് നമ്മളെ പോലെ കറൻസി അല്ല. ഇന്നിപ്പോ നമുക്ക് കറൻസി ആയതുകൊണ്ട് 2.5% എല്ലാം സ്വർണത്തില് ക്രിയാസാക്കിയിട്ട് അതിന് താരതമ്യം. ഓക്കെ, സക്കാത്ത് വാങ്ങാൻ വിസമ്മതിച്ച ഈ ആളുകളോട് യുദ്ധം ചെയ്യണം എന്നൊരു വിഭാഗം വാദിച്ചു. അങ്ങനെ നബി എന്ത് ചെയ്തു? ഈ ആളുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട്, കാരണം സംഗതി ശരിയാണ്, പക്ഷെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇവര് നബിക്കൊരു ഗ്യാപ്പ് കൊടുത്തില്ല. ഒരു അവധി ഉണ്ടല്ലോ, എല്ലാത്തിനും ഒരു അവധാനത ഉണ്ട്. ആ അവധാനത കൊടുത്തില്ല. അതുകൊണ്ട് നബി ഇവര് പറഞ്ഞത് കേട്ടിട്ട്, നബി മനുഷ്യനാണല്ലോ, എല്ലായ്പ്പോഴും വഹി കിട്ടൂല. ഈ അടിസ്ഥാനത്തിൽ ഒരു സൈന്യത്തെ ഒരുക്കി. അപ്പൊ അള്ളാഹു ഇറക്കിയതാണിത്. പോയില്ല, സൈന്യത്തെ അയച്ചില്ല.
കാരണം സൈന്യത്തെ അയക്കുന്നു എന്ന വിവരം അപ്പോഴേക്കും അപ്പുറത്ത് ഹാരിസ് ഇബ്നു ളിറാർ അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം ഉടനെ ഒരു സംഘമായിട്ട് ഓടി വന്നിട്ട് നബിയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഈ വലീദ് എന്ന് പറഞ്ഞ ആളെ ഞങ്ങൾക്ക് അറിയ പോലുമില്ല, ആള് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല, ഞങ്ങളാണെങ്കിൽ സക്കാത്തും വെച്ചിട്ട് കാത്തിരിക്കാണ്, താങ്കളുടെ ആള് വരാൻ വേണ്ടി ഞങ്ങൾ സക്കാത്തും വെച്ചിട്ട് കാത്തിരിക്കാണ്, ഞങ്ങളത് നിഷേധിക്കുന്ന പ്രശ്നമില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് അവിടെ. നബിയുടെ ആരാ അത്? അമ്മോശനാണല്ലേ, നബിയുടെ അമ്മോശന്റെ ഗോത്രമാണത്. ആ അമ്മോശന്റെ ഗോത്രത്തിലേക്ക് സൈന്യത്തിനെ അയക്കാനാണ് ആര് പറഞ്ഞത്? അത് നബി ചെയ്യുകയും ചെയ്യും. അമ്മോശന്റെ അടക്കമുള്ള സൈന്യത്തിന് ആ ഗോത്രത്തെ നബി വേണമെങ്കിൽ യുദ്ധം ചെയ്യുകയും ചെയ്യും. കാരണം എന്താ? അവർ ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന സ്തംഭത്തെയാണ് നിഷേധിച്ചത്. പക്ഷേ ഇത് അന്വേഷിക്കാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനും തെളിവെടുക്കാനും വിധി പറയാനൊക്കെ സമയം വേണം. നമ്മൾ പറയാം, ഒരു ജഡ്ജി ഇതിലെ കാറായിട്ട് പോയിട്ട്, ഇപ്പോഴത്തെ സുപ്രീം കോടതിയിലെ ജഡ്ജി ഖത്തറിലെ, അദ്ദേഹം ഒരാൾ വേറൊരാളെ കുത്തിക്കൊള്ളത് കണ്ടു. മൂപ്പർക്ക് ജഡ്ജി കാറ് നിർത്തിയിട്ട് ഇവനെ തൂക്കിക്കൊല്ലാൻ ഞാൻ വിധിച്ചിരിക്കുന്നു പറയാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ട് പറ്റില്ല? അത് നാളെ അല്ലെങ്കിൽ മറ്റന്നാ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് കോടതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് തെളിവെടുത്ത് ഒക്കെ ആയിട്ട് വരണം. എന്നിട്ട് വക്കീൽ ഇപ്പുറത്ത് വക്കീൽ അപ്പുറത്ത് വക്കീൽ വാദിച്ച് ജഡ്ജിക്ക് പറയാൻ പറ്റും ഞാൻ കണ്ടാണ് അതുകൊണ്ട് അവനെ തൂക്കിക്കൊല്ല? പറ്റൂല. അങ്ങനെ കണ്ട ജഡ്ജി അയാൾ വിധിക്കാനും പറ്റൂല. കാരണം എന്താ? അയാൾ സാക്ഷിയാണ്, വേറൊരു ജഡ്ജിയാണ് വിധിക്കേണ്ടത്. അയാൾ സാക്ഷി പറയാനേ പറ്റുള്ളൂ. ഇത് പോളിസിയാണ്, ഇത് ഇസ്ലാമികമായ പോളിസി തന്നെയാണ് ഇത്. ഇതുകൊണ്ട് തന്നെ ഈ വിഷയത്തില് അള്ളാഹു കൃത്യമായി പറയണം, നിങ്ങൾ ഒരു സംഗതി ഒരാൾ വന്ന് പറയുമ്പോഴേക്കും എടുത്ത് ചാടരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് ചിന്തിക്കണം, മനസ്സിലാക്കണം. വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇങ്ങോട്ട് കാണുമ്പോഴേക്കും നേരെ ഫോർവേഡ് ചെയ്യരുത്. ഇത് ശരിയാകാൻ സാധ്യതയുണ്ടോ? ഇത് ശരിയാകോ? ഇത് എന്താ ഇതിന്റെ അടിസ്ഥാനം? അതൊന്നും കൃത്യമായ ഒരു ഫാസിക്ക് കൊണ്ടുവരുന്ന വർത്താനായിട്ട് നമ്മൾ കാണണ്ട. എന്ത് ആരെങ്കിലും ഒരാൾ വന്നിപ്പോ ഈ ഫോർവേഡ് ഒന്നവരൊക്കെ ഫാസിക്കാക്കണ്ട. നമ്മള് ഇതേത് ഫാസിക്കാ ഇത് ഫോർവേഡ് ചെയ്തെന്ന് ചോദിക്കണ്ട. അവരൊക്കെ നല്ല മനുഷ്യന്മാർ തന്നെ ആയിരിക്കും, അവർക്കും കിട്ടിയതായിരിക്കും, ഇത് വേറെ ഏതോ ആളുണ്ടാക്കിയായിരിക്കും. യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കലായ ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരായത്തും കൂടിയാണിത്. എന്ത് കിട്ടിയാലും ഫോർവേഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാം. ഇനി നമുക്ക് അന്വേഷിക്കാൻ വകുപ്പില്ലെങ്കിൽ വകുപ്പുള്ളവരോട് ചോദിക്കാം. ഒരാൾക്ക് ഇത് അയച്ചു കൊടുത്തിട്ട് ഇതെന്താ, ഇത് ഇങ്ങനെ ഉണ്ടോ ഒന്ന് അന്വേഷിക്കാം. കുട്ടീനെ തട്ടിക്കൊണ്ടുപോവാ. ഉത്തരേന്ത്യയിലൊക്കെ വലിയ പ്രശ്നം ഉണ്ടായിരുന്ന രണ്ടാളുകളെ അടിച്ചു കൊന്നു. രണ്ടാളുകൾ ഇപ്പൊ ബ്രസീലിൽ നിന്ന് ഒരു വാർത്ത വന്നു, ചുട്ടുകൊന്നു പച്ചയ്ക്ക്. കാരണം കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആരോ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇട്ടതാണ്. ആ മനുഷ്യനെ കിട്ടിയപ്പോ ഒരു ജനങ്ങൾ ബീഫ് കൈവശം വെച്ചു എന്ന് വെച്ചാൽ എത്ര പേരാണ്? 100 കണക്കിന് ആളുകളെ അടിച്ചും കുത്തിയും ഒക്കെ ഇട്ട് കൊന്നില്ലേ? പ്രശ്നം ഇതാണ്. അപ്പൊ അങ്ങനത്തോരോട് പിന്നെ ഖുർആൻ പറഞ്ഞിട്ട് കാര്യമില്ല. അവര് വേറെ എന്തെങ്കിലും പിന്നെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്താണ് ഇപ്പൊ ഇന്ത്യയുടെ പ്രശ്നം ഇന്നത്തെ. എനിവേ അതുപോട്ടെ. അപ്പോ ഇതൊരു പൊതു തത്വമായിട്ട് പറയണം. പക്ഷെ അപ്പൊ അവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താണ്? ബിനബ എന്നാണ് പറഞ്ഞത്. ഒരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിഷയത്തിലേ വരുന്നുള്ളൂ. ഇപ്പൊ ഒരാൾ വന്നിട്ട് പറയണ ഒരു സുനാമി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് അന്വേഷിക്കണം. പക്ഷെ അയാൾ വന്നിട്ട് പറയണ് അപ്പുറത്തൊരു പാവപ്പെട്ട മനുഷ്യൻ നിൽക്കുന്നുണ്ട്, അത് ഞാൻ അന്വേഷിച്ചിട്ടൊക്കെ ചെയ്യുള്ളൂ എന്നൊന്നും വെക്കേണ്ടതില്ല. എന്തെങ്കിലും അയാൾക്ക് കൊടുത്താണ് പൊക്കോട്ടെ. അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ ചെന്നപ്പോ നമ്മൾ ചോദിച്ചു ഇവിടുത്തെ ഈ വീട്ടിലെ ആൾ ഇവിടെ ഉണ്ടോ? അപ്പൊ ആരോ ഒരാൾ വന്നിട്ട് അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. നമ്മൾ പിന്നെ ഇയാളെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതൊരു ചെറിയ വർത്താനമാണ്. നമുക്ക് അയാൾ ഇല്ലെങ്കിൽ പോരാവുന്നുള്ളൂ. അതിനൊന്നും ഇങ്ങനെ സംശയിക്കേണ്ടതില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ വല്ലാതെ ചുഴിഞ്ഞൊന്നും അന്വേഷിക്കേണ്ടതില്ല. ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ നമ്മൾ. പക്ഷെ നമ്മുടെ ജീവിതത്തെയോ മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിന്റെ ജീവിതത്തേക്കോ ആയിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളിൽ ഒരിക്കലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതിനെ വിശ്വാസത്തിലെടുത്തിട്ട് പ്രവർത്തിക്കരുത് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. എന്നിട്ട് ഇനി പറയുന്നു വഅലമു, നിങ്ങൾ അറിയുക, അന്ന ഫീക്കും, തീർച്ചയായും നിങ്ങൾക്കിടയിലുണ്ട്, റസൂൽ അല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതൻ നിങ്ങൾക്കിടയിലുണ്ട്. ലൗ യുതീഉകും, അതാഅ യുതീഉ, അനുസരിച്ചു, അദ്ദേഹം നിങ്ങളെ അനുസരിക്കുന്നുവെങ്കിൽ. കണ്ട ഇവിടെ ലവ് എന്ന് പറഞ്ഞ ഇവിടെ അർത്ഥം എങ്കിൽ എന്നുള്ള അർത്ഥമുണ്ട്. ലൗ യുതീഉകും, അദ്ദേഹം നിങ്ങളെ അനുസരിക്കുന്നുവെങ്കിൽ, ഫീ കസീരിൻ മിനൽ അംരി, അധിക കാര്യങ്ങളിലും പല കാര്യങ്ങളിലും അദ്ദേഹം നിങ്ങളെ അനുസരിക്കുന്നുവെങ്കിൽ, ലഅനിത്തും,
നിങ്ങൾ ക്ലേശിക്കേണ്ടി വരും. ഇതാരെക്കുറിച്ചാ പറയണ? ആ മനുഷ്യന്മാരല്ലേ എന്ത് പറഞ്ഞത്? വേഗം പോയിട്ട് നമ്മൾ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ ആ മനുഷ്യന്മാരെ കുറിച്ചാ പറയണ. നിങ്ങളുടെ ഇടയിൽ റസൂലുണ്ട്, പക്ഷെ നിങ്ങളനുസരിച്ച് അദ്ദേഹം പെരുമാറാൻ നിന്നാൽ നിങ്ങൾ തന്നെ ബുദ്ധിമുട്ടും, ക്ലേശിക്കേണ്ടി വരും. വലാകിൻ അല്ലാഹ, പക്ഷേ അള്ളാഹു ഹബ്ബബ പ്രിയങ്കരമാക്കിയിരിക്കുന്നു, ഹബീബാക്കിയിരിക്കുന്നു. മഹബത്ത് കഥീന്ന് വന്നാണ്. ഇലൈക്കും നിങ്ങൾക്ക് പ്രിയങ്കരമാക്കിയിരിക്കുന്നു അൽ ഈമാൻ സത്യവിശ്വാസത്തെ. വസയ്യനഹു അതിനെ സീനത്താക്കിയിരിക്കുന്നു. സയ്യന എന്ന് പറഞ്ഞാല് സീനത്താക്കി എന്ന് പറഞ്ഞാൽ അലങ്കൃതമാക്കി. ഫീ ഖുലൂബിക്കും നിങ്ങളുടെ മനസ്സുകൾക്ക്. വകറഹ കറാഹത്തുള്ളതാക്കി. കറഹ എന്ന് പറഞ്ഞാല് വെറുപ്പുള്ളതാക്കി. ഇലൈക്കും നിങ്ങൾക്ക് എന്താണ്? അൽ കുഫർ സത്യനിഷേധം നിങ്ങൾക്ക് വെറുപ്പുള്ളതാക്കിയിരിക്കുന്നു. വൽ ഫുസൂഖ് തെമ്മാടിത്തരം. ഇത്തരം വർത്താനമൊക്കെ പറയുന്നത് എന്താണ്? തെമ്മാടിത്തരമല്ലേ? അതാണ്. വൽ ഇസ്യാൻ അതുപോലെ ധിക്കാരവും അതൊക്കെ വെറുപ്പുള്ളതാക്കി. എന്താ പ്രിയങ്കരമാക്കിയത്? ഈമാനും. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, ഈമാൻ നിങ്ങൾക്ക് പ്രിയങ്കരമാക്കി, വെറുപ്പും നിഷേധവും തെമ്മാടിത്തരം ഒക്കെ നിങ്ങൾക്ക് വെറുപ്പുള്ളതാക്കി. ഉലൈക ഹുമുർ റാഷിദൂൻ അവരാണ് നേർവഴി പ്രാപിച്ചവര്. റാഷിദീങ്ങൾ അവരാണ്. ആര്? ഈമാൻ മനസ്സിൽ പ്രിയങ്കരമായവര്. ഫളലം മിനല്ലാഹ് അല്ലാഹുവിങ്കൽ നിന്നുള്ള ഔദാര്യത്താൽ നന്മ പ്രാപിച്ചവര്. വനിഅ്മ അവന്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹത്താലും. വല്ലാഹു അലീമുൻ ഹകീം അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനുമാകുന്നു. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിത്തും വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈകുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബികും وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون فضلا من الله ونعمة والله عليم حكيم. നന്നായി അറിഞ്ഞിരിക്കുവൻ. വഅലമു നന്നായി അറിഞ്ഞിരിക്കുവൻ നിങ്ങൾക്കിടയിൽ അള്ളാഹുവിന്റെ ദൂതനുണ്ട്. അന്ന ഫീക്കും റസൂൽ അല്ലാഹ് ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംരി പല സംഗതികളിലും അദ്ദേഹം നിങ്ങളുടെ വാക്ക് സ്വീകരിക്കുകയാണെങ്കിൽ ലഅനിത്തും നിങ്ങൾ തന്നെയാണ് കഷ്ടത്തിലാവുക, നിങ്ങൾ തന്നെയാണ് പ്രയാസപ്പെടുക. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും പക്ഷേ അള്ളാഹു നിങ്ങൾക്ക് സത്യവിശ്വാസത്തോട് ഇണക്കമരുളി. ഹബ്ബബ എന്ന് പറഞ്ഞാലാണ് ഇണക്കം. വസയ്യനഹു ഫീ ഖുലൂബിക്കും അത് നിങ്ങളുടെ മനസ്സുകൾക്ക് അലങ്കാരമാക്കി തന്നു. സീനത്ത് അതിനാണ് സയ്യന. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ് വൽ ഇസ്യാൻ സത്യനിഷേധത്തോടും പാപകൃത്യങ്ങൾ ഫുസൂഖ് ഇസ്യാൻ ധിക്കാരം അതിനോടൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടാക്കി? വെറുപ്പ് ഉളവാക്കി. ഉലൈക ഹുമുർ റാഷിദൂൻ ഇങ്ങനെയുള്ള ജനമാകുന്നു ഫളലം മിനല്ലാഹി വനിഅമ അല്ലാഹുവിന്റെ അനുഗ്രഹത്താലും ഔദാര്യത്തിലും സന്മാർഗം പ്രാപിച്ചവർ എന്നുള്ളതിന് റാഷിദൂൻ. അല്ലാഹു അലീമുൻ ഹക്കീം അല്ലാഹു സർവജ്ഞനും യുക്തിമാനുമല്ലോ. അപ്പോ ഇങ്ങനത്തെ ഒരു വാർത്ത കേൾക്കുമ്പോ അത് അവധാനതയോടുകൂടി ചിന്തിക്കാൻ പറ്റുന്ന ആളുകൾ, അതിനെക്കുറിച്ച് കുറച്ച് കാര്യബോധത്തോടു കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾ, അവരാണ് ആര്? ഈമാൻ അള്ളാഹു പ്രിയങ്കരമാക്കി കൊടുത്ത ആളുകൾ. അവരുടെ ഹൃദയത്തിൽ ഈമാനിനെ അള്ളാഹു ഒരു സീനത്താക്കി കൊടുത്തിരിക്കുന്നു. അതേസമയം ഇതൊന്നും ആലോചിക്കാതെ കേട്ടത് പാടി കേൾക്കാത്തത് മതി അല്ലെ. എന്താ കാള പറ്റുന്ന കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന ആളുകൾ, അതാണ്. കാള പെറോ ഇല്ലേന്നൊന്നും നോക്കൂല അവര്. അങ്ങനെയാണ് കേട്ടോടുകൂടി പോയി കയറെടുത്തോണ്ട് വരുന്ന ആളുകള് വാസ്തവത്തിൽ അവരുടെ മനസ്സിൽ വലിയ വർത്താനത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. ചെറിയ ചെറിയ വിഷയങ്ങളിലല്ല, വലിയ സീരിയസ് ആയ വിഷയങ്ങളിൽ ഇങ്ങനെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കുറച്ച് ഈമാനിന്റെ കുറവുണ്ട്, അവർക്ക് കുഫറുണ്ട്. പക്ഷെ വിശ്വാസികൾ അങ്ങനെയല്ല. അവരുടെ മനസ്സിൽ ഈമാനാണ് ഏറ്റവും പ്രിയങ്കരമായത്. അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് അവർക്ക് അലങ്കാരമാക്കി അള്ളാഹു കൊടുത്തിട്ടുള്ളത്. അവർക്കാണ് അള്ളാഹു സന്മാർഗം കൊടുത്തിട്ടുള്ളത്. കേട്ടാ, അതാണ് പറയുന്നത്. എനി ഡൗട്ട്? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ ഇതല്ലാത്ത വിഷയങ്ങളിൽ? ഓക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശാലമായ സ്വർഗത്തിൽ കടത്തുന്ന
ആളുകളുടെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.